ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ളൊരു മെക്സിക്കൻ കേക്ക് തയ്യാറാക്കാം. ട്രെസ്ലെച്ചസ് കേക്ക്. ഈ ട്രെസ്ലെച്ചസ് എന്ന വാക്കിൻ്റെ അർത്ഥം 3 മിൽക്ക് എന്നാണ്. അപ്പോൾ 3 മിൽക്ക് സോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ മിൽക്ക് കേക്ക് എന്നും പറയാം. അപ്പോൾ 1 കിലോയുള്ള ട്രെസ്ലെച്ചസ് കേക്കാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാം. ഈ ഒരു കേക്ക് തയ്യാറാക്കാനായിട്ട് 3 തരം മിൽക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ മിൽക്ക് തയ്യാറാക്കാം, ഇവാപ്പറേറ്റഡ് മിൽക്ക്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. 1 കപ്പ് പാല് വറ്റിച്ച് അതിനെ 1/2 കപ്പ് ആക്കിയെടുക്കണം. അതാണ് ഇവാപ്പറേറ്റഡ് മിൽക്ക്. ഇപ്പോൾ മിൽക്ക് നന്നായിട്ട് വറ്റി ഏകദേശം 1/2 കപ്പോളമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവാപ്പറേറ്റഡ് മിൽക്ക് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് പകർത്താം. ഇപ്പോൾ ആദ്യത്തെ മിൽക്ക് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് കംപ്ലീറ്റ്ലി കൂളാവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മിൽക്ക് തയ്യാറാക്കാം, അതായത് കണ്ടൻസ്ഡ് മിൽക്ക്. കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർക്കാം. കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര, ഇതിനോടൊപ്പം 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള മിൽക്ക് ചേർക്കാം. ഒരുമിച്ച് ചേർക്കണ്ട, ആദ്യം കുറച്ച് ചേർത്ത് നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള പാല് ചേർക്കാം. ഇതെല്ലാം കട്ടയില്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടി കൂടി ചേർക്കാം. ഒരു 2 മിനിറ്റ് നമ്മൾ ഈ ചേർത്തിരിക്കുന്നതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും കണ്ടൻസ്ഡ് മിൽക്ക് റെഡി. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റിൽ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വെറും 2 മിനിറ്റ് മാത്രം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കും നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചു മാറ്റാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കംപ്ലീറ്റ്ലി കൂളാവാനായിട്ട് മാറ്റി വെക്കാം. ഈ 3 തരം മിൽക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ആദ്യം നമുക്ക് 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് ഇവാപ്പറേറ്റഡ് മിൽക്ക് ചേർക്കാം. 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്ക്, അതുപോലെ 1/4 കപ്പോളം ഡബിൾ ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം ഇതിലേക്ക് ചേർക്കാം. 3 തരത്തിലുള്ള മിൽക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ട്രെസ്ലെച്ചസ് കേക്കിന്റെ ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് നമുക്ക് ഹെവി ക്രീം ചേർക്കാം. ഏകദേശം 1 കപ്പ് ഹെവി ക്രീം ഞാനിപ്പോൾ ബൗളിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഡബിൾ ക്രീമോ ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. ഇതിനോടൊപ്പം ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂണോളം വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, ഒരു സ്റ്റിഫ് പീക്ക് ആവുന്നത് വരെ. ഒരു സ്റ്റിഫ് പീക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. ട്രെസ്ലെച്ചസ് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 8 ഇഞ്ചിൻ്റെ സ്പഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത്. അതിനെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി കേക്ക് സെറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു പുഡിംഗ് ബൗളോ കേക്ക് ടിന്നോ എടുക്കാം. ഒതൻറ്റിക് ആയിട്ട് തയ്യാറാക്കുന്ന ട്രെസ്ലെച്ചസ് കേക്കിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്ത് ഈ ഒരു മിൽക്ക് മിക്സർ സോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ട്രെസ്ലെച്ചസ് കേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് പുഡിംഗ് ബൗളിലേക്ക് നമുക്ക് ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു 3 മിൽക്ക് മിക്സർ ഇതിലേക്ക് ഒഴിച്ച് ഈ ഒരു കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം. ഈ മിൽക്ക് മിക്സർ ചെറുതായിട്ടൊന്ന് വാമാക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സോക്കായിട്ട് കിട്ടും. ഇപ്പോൾ ആദ്യത്തെ ലെയർ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രോസ്റ്റിംഗ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ തിന്നായിട്ടുള്ളൊരു ലെയറാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാം സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കാം. ഈ ഒരു കേക്ക് നമുക്ക് സ്പഞ്ച് കേക്ക് വെച്ചിട്ട് മാത്രമല്ല ബട്ടർ കേക്ക് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് മിൽക്ക് മിക്സർ വെച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോ ലെയറും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഫ്രോസ്റ്റിംഗ്, അതിനുശേഷം ഏറ്റവും ടോപ്പ് ലെയർ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ബോട്ടം ലെയറാണ് ഏറ്റവും ടോപ്പ് ലെയറായിട്ട് വരേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കംപ്ലീറ്റ്ലി ഒരു കേക്ക് വെറ്റാവുന്ന രീതിയിൽ നമുക്ക് ആ ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു കേക്ക് കംപ്ലീറ്റ്ലി സോക്കാവുന്നതിനായിട്ട് 4 മുതൽ 5 മണിക്കൂർ വരെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഈ ഒരു കേക്ക് നമ്മൾ തണുപ്പിച്ചാണ് സെർവ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റും സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇവിടെ ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് കംപ്ലീറ്റ്ലി സോക്കായിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ മിൽക്ക് മിക്സ്ചർ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കേക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. കൂടാതെ കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള പിസ്താഷ്യൂസ് എടുത്തിട്ടുണ്ട്, സ്ട്രോബെറീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇനി ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിങ്ങിലേക്ക് പകുതി വിപ്ഡ് ക്രീം ഫ്രോസ്റ്റിങ്ങിലേക്ക് 2 ഡ്രോപ്പ് റെഡ് ജെൽ ഫുഡ് കളർ ചേർത്തിട്ട് പിങ്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. ഡെക്കറേഷനെല്ലാം നമ്മളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. അപ്പോൾ ഇവിടെ വൈറ്റും പിങ്ക് കോമ്പിനേഷനിലാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. ഓപ്പൺ സ്റ്റാർ നോസിലേക്ക് ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്തെടുക്കുന്നു. ഇതുപോലെ ഈ കേക്ക് കംപ്ലീറ്റ്ലി കവർ ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും സിമ്പിളായിട്ട് വാനിലയുടെ ഫ്ലേവറിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് റോസ്, സ്ട്രോബെറി, പിസ്താഷ്യൂ, ചോക്ലേറ്റ് അങ്ങനെ ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഈ ഒരു ട്രെസ്ലെച്ചസ് കേക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള പിസ്താഷ്യൂ ചേർത്ത് കൊടുക്കാം. പിസ്താഷ്യൂ അല്ലെങ്കിൽ ആൽമണ്ട്സ്, കാഷ്യൂസ് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈ ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെയറിലും ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ട്രെസ്ലെച്ചസ് കേക്ക് അല്ലെങ്കിൽ മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒതൻറ്റിക് ആയിട്ട് തയ്യാറാക്കുന്ന ട്രെസ്ലെച്ചസ് കേക്കിൽ നമ്മൾ ബെറീസാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഈ 3 മിൽക്കും മിക്സ് ചെയ്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് ട്രെസ്ലെച്ചസ് കേക്കിന് കൂടുതൽ സ്വാദ് കിട്ടുന്നത്. അപ്പോൾ ഇത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്കിൽ ജസ്റ്റ് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്തിട്ടും സോക്ക് ചെയ്തും ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ശരിക്കും ഒരു സ്പഞ്ച് കേക്കിൽ നന്നായിട്ട് തന്നെ ഈ ഒരു മിൽക്ക് മിക്സർ സോക്കായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.